നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിൽ, വനിതാ, ശിശു വികസന വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. കാൽപന്ത് കളിയുടെ ഇതിഹാസം ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കൊടകരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അതിരപ്പിള്ളി മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ലോറി തകർന്നു. വാർത്തകൾ വിശദമായി. തൊഴിൽ, വനിതാ, ശിശു വികസന വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കേരളത്തിൽ ബാലവേല 0.1% മാത്രമാണെങ്കിലും ഇതര സംസ്ഥാനങ്ങളിൽ 22% വരെ കുട്ടികൾ തൊഴിലിൽ ഏർപ്പെടുന്ന സാഹചര്യമാണെന്നും ഇവ തുടച്ചു നീക്കുന്നതിന് ബോധവൽക്കരണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റിലെ അനക്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ ADM T മുരളി അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബാലവേല വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബാലവേല വിരുദ്ധ ദിനം സ്റ്റിക്കർ പ്രകാശനം ചെയ്തു. CWC അംഗം അഡ്വക്കേറ്റ് AM സിമ്മി ബാലവേലയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ജ്വല്ലറി മാനുഫാക്ചർ അസോസിയേഷൻ പ്രസിഡന്റ് രവി ചെറുശ്ശേരി, ജില്ലാ ലേബർ ഓഫീസർ MM ജോവിൻ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ CG ശരണ്യ തുടങ്ങിയവർ സംസാരിച്ചു. കാൽപന്തുകളിയുടെ ഇതിഹാസം ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. ചാലക്കുടി തുമ്പരത്തി കണ്ടുണ്ണിയുടെയും പാർവതിയുടെയും മകൻ ചാത്തുണ്ണി 80 വയസ്സ് കഴിഞ്ഞ ദിവസം അസുഖത്തെ തുടർന്ന് കറുകുറ്റി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെ 8 മണിയോടെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. അർബുദ രോഗത്തെ തുടർന്ന് കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു. ഫുട്ബോൾ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ മികച്ച കളിക്കാരനും പരിശീലകനുമായിരുന്നു ചാത്തുണ്ണി. അരനൂറ്റാണ്ടിലേറെ കാലമായി ഫുട്ബോൾ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ പരിശീലനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുൻനിര പടയാളിയായിരുന്ന IM വിജയൻ, പാപ്പച്ചൻ മുതൽ ഗോവയുടെ ബ്രൂണോ കുഡിനോ വരെ നീളുന്ന വലിയ നീണ്ട നിര തന്നെയുണ്ട്. പട്ടാള ടീമായ EME സെക്കന്ദരാബാദ്, വാസ്കോ ഗോവ, ഓർക്കെ മിൽസ്, ബോംബെ തുടങ്ങിയ ക്ലബ്ബുകളിലും സന്തോഷ് ട്രോഫിയിൽ സർവീസസ് ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാന ടീമുകളിലെയും കളിക്കാരനായിരുന്നു. പരിശീലകനായും മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. 1990-ൽ MRF ഗോവ, ചർച്ചിൽ ഗോവ, KCB സാൽഗോക്കർ, മോഹൻ ബഗാൻ, FC കൊച്ചിൻ, വിവ കേരള, ഗോൾഡൻ ത്രെഡ്സ്, ജോസ്കോ FC, VV ചെന്നൈ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ ഫുട്ബോൾ ശക്തികളായിരുന്നു. 4 സംസ്ഥാനങ്ങളിലെ നിരവധി ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു. 1979-ൽ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി പരിശീലകനായിരുന്നു. മോഹൻ ബഗാൻ, ചർച്ചിൽ ബ്രദേഴ്സ്, സാൽഗോക്കർ, FC കൊച്ചിൻ തുടങ്ങിയ വിവിധ പ്രൊഫഷണൽ ക്ലബ്ബുകളുടെയും പരിശീലകനായിരുന്നു. ഫുട്ബോൾ മൈ സോൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ മികച്ച സംസ്ഥാന പുരസ്കാരം തുടങ്ങി ചെറുതും വലുതുമായ 100 കണക്കിന് പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ഫുട്ബോളിനായി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു. രാവിലെ ചാലക്കുടി നഗരസഭയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ചാലക്കുടി പോലീസ് സ്റ്റേഷന് സമീപത്തെ അദ്ദേഹത്തിൻ്റെ ഭവനമായ ബോൾ ഹൗസിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 8:30 വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുന്നതും 10 മണിക്ക് തൃശ്ശൂരിൽ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പൊതുദർശനത്തിന് വച്ച ശേഷം 11 മണിക്ക് വടൂക്കര SNDP ശ്മശാനത്തിൽ സംസ്കാരം നടത്തുന്നതുമാണ്. ഭാര്യ സ്വർണലത, മക്കൾ രേഖ, റിജു, മരുമക്കൾ പ്രമോദ്, ബിജു. കോടകരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരനായ കണ്ടശങ്കടവ് സ്വദേശി 58 വയസ്സുള്ള ആൻഡോയ്ക്കും ബൈക്ക് യാത്രക്കാരനായ 68 വയസ്സുള്ള മാർട്ടിൻ ജോൺസിനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരും കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ബുധനാഴ്ച രാവിലെ 6 കൊടകര ഗാന്ധി നഗറിലായിരുന്നു അപകടം.
ദേശീയപാതയിൽ കൂടി ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാർ അതേ ദിശയിൽ വന്ന ലോറിയിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് സർവീസ് റോഡിലൂടെ വന്ന ബൈക്കിൽ ഇടിച്ച് കടയിലേക്ക് പാഞ്ഞുകയറുകയായിരുന്നു. ഈ സമയത്ത് കട തുറക്കാതിരുന്നതും റോഡിൽ ആളില്ലാതിരുന്നതും വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ കടയുടെ മുൻവശം തകർന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടകര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഭിന്നശേഷിക്കാർക്കായി 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ട്രൈ സ്കൂട്ടർ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ചാഴൂർ ഡിവിഷനിലെ PK അബ്ദുൽ നസീറിനും തോളൂർ ഡിവിഷനിലെ NT നീമയ്ക്കും സ്കൂട്ടറിന്റെ താക്കോൽ നൽകിക്കൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചത്. 1,20 ലക്ഷം രൂപ വകയിരുത്തി നടപ്പിലാക്കിയ പദ്ധതിയിൽ വിവിധ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന 24 ഭിന്നശേഷിക്കാർക്ക് സ്കൂട്ടർ വിതരണം ചെയ്തു. 1.12 ലക്ഷം രൂപയാണ് ഒരു ട്രൈ സ്കൂട്ടറിന് മാത്രം ചിലവാകുന്ന തുക. ജില്ലയിലെ 72 ഭിന്നശേഷിക്കാരാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ബുധനാഴ്ച 24 ട്രൈ സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. കൂടാതെ 2 ഘട്ടങ്ങളിലായി 29 ട്രൈ സ്കൂട്ടറുകൾ വിതരണം ചെയ്തിരുന്നു. കണ്ണൂർ കെൽട്രോണിന്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകമായി സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ ലഭ്യമാക്കിയത്. വിതരണം ചെയ്യാൻ ബാക്കിയുള്ള 19 ട്രൈ സ്കൂട്ടറുകൾ കെൽട്രോൺ ലഭ്യമാക്കുന്നതിനനുസരിച്ച് വിതരണം ചെയ്യും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജിമ്മി ചൂണ്ടൽ, ഷീന പറയങ്ങാട്ടിൽ, ഷീല അജയ്ഘോഷ്, മായ ടീച്ചർ, ജലീൽ ആദൂർ, VN സുർജിത്ത്, സാബിറ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ KR പ്രദീപൻ, കെൽട്രോൺ പ്രതിനിധി ഷിറാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ആരതി ഉഴിഞ്ഞ് തിലകം ചാർത്തി മധുരം നൽകിയാണ് പുതിയ വിദ്യാർത്ഥികളെ വരവേറ്റത്. ലക്കി സ്റ്റുഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൈനിക ശ്രീനാഥ് ദീപപ്രജ്വലനം നടത്തി. വിവേകാനന്ദ ട്രസ്റ്റ് വൈസ് ചെയർമാൻ AG ബാബു അധ്യക്ഷത വഹിച്ചു. ഡെന്റൽ സർജനും സോഷ്യൽ വർക്കറുമായ ഡോക്ടർ ഷിജിന സജിൽ മുഖ്യാതിഥിയായിരുന്നു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുകേഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ, വിവേകാനന്ദ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, സ്കൂൾ മാനേജർ TK സതീഷ് എന്നിവർ സംസാരിച്ചു. അതിരപ്പിള്ളി മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാന ആക്രമണം. മലക്കപ്പാറ തേയില ഫാക്ടറിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ലോഡുമായി പോവുകയായിരുന്ന ലോറി കാട്ടാന ആക്രമിച്ചു. ഷോളയാർ പെൻ സ്റ്റോക്കിന് സമീപമായിരുന്നു സംഭവം. ഡ്രൈവർ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി. ആക്രമണത്തിൽ ലോറിയുടെ ചില്ല് തകർന്നു. അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടുകയാണ് സഞ്ചാരികളും നാട്ടുകാരും. വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ്. പണ്ട് രാത്രികാലങ്ങളിൽ മാത്രമാണ് ആനകൾ റോഡിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പകൽ സമയങ്ങളിലും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ്. വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്നും പലപ്പോഴും തലനാരിഴയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞയാഴ്ച 2 കാറുകളും ഒരു ബൈക്കും കാട്ടാന ആക്രമിച്ചിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടിയിരിക്കുന്നത്. വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര. വനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ആനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നതാണ് വാഹനയാത്രക്കാരെ വലയ്ക്കുന്നത്. ചില സഞ്ചാരികൾ വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ അനാവശ്യമായി ശബ്ദമുണ്ടാക്കി പ്രകോപിപ്പിക്കുന്ന പതിവുണ്ട്. ഇവരുടെ വാഹനം കടന്നു പോകുമെങ്കിലും പ്രകോപിതരായ ആനകൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നേരെയായിരിക്കും തിരിയുക. ഇതും അപകടത്തിന് കാരണമാകുന്നു. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഇക്കഴിഞ്ഞ CBSE പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ PG ദിലീപ് അധ്യക്ഷത വഹിച്ചു. 2024 NEET UG പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ മാസ്റ്റർ ദേവദർശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യാസ വിദ്യാനികേതനിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആര്യ മാധവി, കാവ്യ G പിള്ള എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, സെക്രട്ടറി KP ഹരിദാസ്, ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സമിതി അംഗം TN രാമൻ, വിദ്യാലയ സമിതി രക്ഷാധികാരി N കുമാരൻ, മാനേജർ U പ്രഭാകരൻ, മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ പ്രതീഷ് എന്നിവർ വിജയികൾക്ക് ആശംസകൾ നേർന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നൽകി. കുമാരി നിരഞ്ജന മധു സ്വാഗതവും കുമാരി വൈഗ KS കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചാലക്കുടി പ്രസ് ഫോറം കാൽപന്ത് കളിയുടെ രാജകുമാരന് അന്ത്യോപചാരം അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പുഷ്പചക്രത്തിന് പകരം ഫുട്ബോൾ സമർപ്പിച്ചാണ് ആദരാഞ്ജലി അർപ്പിച്ചത്.
പ്രസ് ഫോറം പ്രസിഡന്റ് തോമസ് കോമ്പാറ ഫുട്ബോൾ സമർപ്പിച്ചു. സെക്രട്ടറി റോസ്മോൾ ഡോണി, രക്ഷാധികാരി ഷാലി മുരുങ്ങൂർ, ട്രഷറർ വിൽസൺ മേച്ചേരി, ലാലുമോൻ ചാലക്കുടി, KB ബിനേഷ്, അക്ഷര ഉണ്ണികൃഷ്ണൻ, കൃഷ്ണേന്ദു ശിവദാസ് തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ഭവനത്തിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇരിഞ്ഞാലക്കുട ഉപജില്ലാ വിദ്യാഭ്യാസ ജില്ലയിൽ +2 മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും ആദരിക്കുന്നു. 2024 ജൂൺ 15 രാവിലെ 10 കോളേജിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങ് സഹൃദയ കോളേജിന്റെ മാനേജർ മോൺ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്യും. സഹൃദയ കോളേജിൽ നിന്ന് 2023-24 അക്കാദമിക വർഷത്തിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ വിവിധ കമ്പനികളിൽ ജോലി നേടിയവരെയും ഈ ചടങ്ങിൽ പ്രത്യേകം ആദരിക്കും. അവാർഡ് ദാനത്തെ തുടർന്ന് ജോമി PELന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരിക്കും. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, പ്രോഗ്രാം കോർഡിനേറ്റർ ഷീന സാറ വിന്നി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു ഞാൻ സ്വരം നിലാവിനെ വെള്ളം ചാരുതയാൽ നിറഞ്ഞു നീപ്പൂ സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിൽ, വനിതാ, ശിശു വികസന വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. കാൽപന്ത് കളിയുടെ ഇതിഹാസം ചാലക്കുടിയുടെ സ്വന്തം ചാത്തുണ്ണിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. കൊടകരയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. അതിരപ്പിള്ളി മലക്കപ്പാറയിൽ കാട്ടാന ആക്രമണത്തിൽ ലോറി തകർന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.